അമ്മ സംഘടനയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ രാജിവെച്ച വിവരം അറിയാൻ കഴിഞ്ഞു. അതൊരു ശരിയായ തീരുമാനമല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. രാജിവെക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും അതാണത് അതിൻ്റെ ശരി. ഒരു ഭയം കൊണ്ടാവും ഇനി കൂടുതൽ പേർക്കെതിരെ ആരോപണം വരും, അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിലെ പൊളിറ്റിക്സ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അല്ല, അങ്ങനെ ആവാൻ സാധ്യതയില്ല. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അതിൽ പറഞ്ഞ വാചകം തന്നെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുന്നതിലാണ്. അതായത് ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആരോപണ വിധേയനായി രാജിവെച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ കഴിഞ്ഞ ഇലക്ഷനിലാണ് അദ്ദേഹം പ്രസിഡൻ്റായിട്ട് വന്നത് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. പക്ഷേ ഇത്രയും ഒരുപാട് സിനിമകളിലൊക്കെ നായകന്മാരും വില്ലന്മാരും ഒക്കെ ആയി ഒരുപാട് പ്രേക്ഷകരുടെ കൈയടി നേടിയവരൊക്കെ തന്നെ ചെറിയൊരു വിഷയം വന്നപ്പോൾ തന്നെ അത്തരത്തിലൊരു തീരുമാനം എടുക്കേണ്ടിയിരുന്നില്ല എന്നുള്ളത് ഒരു കാരണവശാലും എടുക്കാൻ വേണ്ടി പാടില്ല. നമ്മൾ കാര്യങ്ങൾ പറയണ്ടേ? നമ്മളെന്തിനാ അങ്ങനെ മാറി നിൽക്കേണ്ട കാര്യമില്ലേ? കാര്യം പറയാമല്ലോ നമുക്ക്. പക്ഷേ അങ്ങ് ഒരു പക്ഷേ അങ്ങ് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത് ജഡ്ജിയുടെ വേഷം കോടതിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ തീരുമാനിക്കുന്നത്. അതെ, നീതി കിട്ടേണ്ടവർക്ക് നീതി കിട്ടും. കോടതിയിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുക, സർക്കാരിൽ വിശ്വാസം അർപ്പിക്കുക, നിയമത്തിൽ വിശ്വാസം അർപ്പിക്കുക, മുന്നോട്ട് പോവുക. നമ്മളങ്ങനെ മാറി നിൽക്കേണ്ട കാര്യമില്ല. അല്ല, ഏതായാലും ഇപ്പോൾ 2 മാസം കൊണ്ട് വീണ്ടും ജനറൽ ബോഡി വിളിക്കും. ആ ജനറൽ ബോഡി വിളിക്കുന്ന സമയത്ത് നമ്മളതായ അഭിപ്രായം പറയും, കൃത്യമായ അഭിപ്രായം പറയും. അംഗങ്ങൾക്ക് ഒരു ഭിന്നതയില്ല. കമ്മിറ്റി അംഗങ്ങൾക്ക് ഭിന്നതയല്ല, അവർ ഒരു ധാരണ എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതല്ല, അതിൽ ബൈലോയിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ 4 വനിതാംഗങ്ങൾ വേണം എന്നാണ് ഇതിൻ്റെ ബൈലോയിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 4 വനിതാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് സാധാരണ നമ്മളങ്ങനല്ല, വനിതാ സംവരണം എന്ന് പറയുന്നത് ആ വനിതാ സംവരണത്തിലേക്ക് വേറെ പുരുഷന്മാർ മത്സരിക്കാൻ വേണ്ടി പാടില്ല. യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചു പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളിലേക്ക് 2 ആൾ മത്സരിച്ചു. അപ്പോൾ സ്വാഭാവികമായും അടുത്തതിൽ 4 വനിതകൾ വീണ്ടും മത്സരിക്കുന്നുണ്ട്. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ വനിതാ സംവരണം മാറ്റിവെച്ചുകൊണ്ട് ആ ബൈലോയിൽ തന്നെ ഒരു ഭേദഗതി വരേണ്ടതാണ്. 4 വനിതാ സംവരണം മാറ്റിവെച്ചുകൊണ്ട് ബാക്കിയുള്ളതിലേക്കാണ് മത്സരം നടക്കുന്നത്. വനിതാ സംവരണത്തിൽ വേറെ മത്സരം നടക്കണം. അതല്ല, അതെ, രമേഷ് പിഷാരടി പറഞ്ഞ വളരെ കൃത്യമായ ഒരു മറുപടിയാണ്. യഥാർത്ഥ രമേഷ് പിഷാരടി ജയിച്ച ആളാണ്. അദ്ദേഹം ചിലപ്പോൾ എന്ത് ചെയ്തു, ഇപ്പോൾ എക്സിക്യൂട്ടീവ് നിന്ന് ഒഴിവായപ്പെട്ടു. പിഷാരടി യഥാർത്ഥത്തിൽ അകത്തുള്ള ആളാണ്. ഈ വിഷയം ഇതൊക്കെ സജീവ ചർച്ചയാകുമ്പോഴും ചിലരൊക്കെ ഒരു പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ നേരത്തേക്ക് അവതരിപ്പിച്ചാൽ അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കേണ്ടതല്ലേ നടിമാരാണെങ്കിൽ? നടിമാരെന്ന് മാത്രമല്ല, ആരുടെ പ്രശ്നമായാലും നിർബന്ധമായും പരിശോധിക്കപ്പെടേണ്ടതാണ്, അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, അതിൻ്റെ മറ്റ് നടപടികളിലേക്ക് പോകേണ്ടതാണ്. ഒരു സംശയമില്ല. പക്ഷേ ഈ അമ്മയുടെ തീരുമാനം, ഈ ഒരുമിച്ചൊരു രാജിവെക്കുന്ന തീരുമാനം വേണ്ടിയിരുന്നില്ല. അത് 100% ഞാനിപ്പം ഉറപ്പിച്ച് പറയുന്നു. അത് പാടില്ലാതെ തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശരിയല്ല, തീർച്ചയായിട്ടും. അത് സിദ്ദിഖായാലും രഞ്ജിത്ത് സാറായാലും കാണിച്ചൊരു മാതൃകയാണ്. ശരിക്കും പറഞ്ഞാൽ അത് സമൂഹത്തിന് മുമ്പിൽ കാണിക്കുന്നൊരു മാതൃകയല്ലേ? അത് നല്ലതാണ്. വനിതകൾക്കും അങ്ങനെ നിങ്ങൾ അമ്മയിൽ 506 മെമ്പർമാരുണ്ട്. 506 മെമ്പർമാരിൽ ആർക്കും ഭാരവാഹിയായി വരാം. അത് വനിതാന്ന് അങ്ങനെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ പുരുഷനാന്ന് മാറ്റി നിർത്തേണ്ട കാര്യമില്ല. വനിതകളും വരണം, ഒരു സംശയമില്ല കാര്യത്തിൽ. അത് വനിതാന്നിലല്ല, നമ്മളെ ഈ 506 മെമ്പർമാരെ എല്ലാവരും ഇതിന് യോഗ്യരുമാണ്, അർഹരുമാണ്. അവർ വരണം. അത് വനിത വരുന്നതിൽ സന്തോഷം തന്നെയാണ്.